യഹൂദന്മാർക്ക് ദൈവം കൊടുത്ത 3 പ്രമാണങ്ങളുണ്ട്. പ്രമാണം പൊതുവായിട്ട് ദൈവം കൊടുത്തതാണ്. ആ പ്രമാണത്തെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നാണ് റിലീജിയസ് ലോ എന്ന് പറയും. റിലീജിയസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, എങ്ങനെ ദൈവസന്നിധിയിൽ കടന്നു വരണം, ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഒന്നാമത്തെ റിലീജിയസ് ലോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലോയാണ് അവരുടെ സിവിൽ ലോ. സിവിൽ ലോ എന്ന് പറഞ്ഞാൽ അപ്പനോടും അമ്മയോടും എങ്ങനെ പെരുമാറണം, സഹോദരനോടും സഹോദരിയോടും എങ്ങനെ പെരുമാറണം, എങ്ങനെ മറ്റുള്ളവരുമായിട്ട് പെരുമാറ്റത്തെക്കുറിച്ച്, അഥവാ സിവിൽ, അതിന് പറയുന്ന പേരാണ് സിവിൽ ലോ. ഓക്കെ, പെരുമാറ്റത്തെക്കുറിച്ച്, വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ അനുഷ്ഠിക്കണം, എങ്ങനെ വർത്തമാനം പറയണം, എങ്ങനെ ആൾക്കാരോട് പെരുമാറണം, അതിനെക്കുറിച്ച് പറയുന്ന ലോയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലോയ്ക്ക് പറയുന്ന പേരാണ് സിവിൽ ലോ. ഓക്കെ, ഇനി മൂന്നാമത്തത് സോഷ്യൽ ലോ. സോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ മനുഷ്യനെ എങ്ങനെ പെരുമാറണം, സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, സമൂഹത്തിൽ പുറത്തു പോകുമ്പോൾ സമൂഹത്തിൽ അവൻ എങ്ങനെ ജീവിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ലോയ്ക്ക് പറയുന്ന പേരാണ് സോഷ്യൽ ലോ. ഓക്കെ, ഇങ്ങനെ 3 തരത്തിലാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ റിലീജിയസ് ലോയ്ക്കകത്ത് വരുന്ന ഒരു 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഒന്ന്, ഇവർ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ എങ്ങനെ ആരാധിക്കണം എന്നുള്ളത് ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ശബത്ത് ആചരിക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യഹോവയായ ദൈവം സകലതിനെ സൃഷ്ടിച്ചു, 7ാമത്തെ ദിവസം ദൈവം സ്വസ്ഥമായി ഇരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം 7ാമത്തെ ദിവസം സ്വസ്ഥതയ്ക്ക് വേണ്ടി, അഥവാ ശബത്ത് മനുഷ്യന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം കൊടുത്തതാണ്. ഓക്കെ, 7ാമത്തെ ദിവസം റെസ്റ്റിന് വേണ്ടി കൊടുത്തു. പിന്നീട് 7ാമത്തെ വർഷം, മറ്റേത് 7ാമത്തെ ദിവസം, പിന്നീട് ദൈവം കൊടുത്തത് 7ാമത്തെ വർഷം. 7ാമത്തെ വർഷം യഹൂദന്മാരോട് ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? 6 വർഷം നിങ്ങൾ വേല ചെയ്യണം, ദേശത്തെല്ലാം വേല ചെയ്യണം. 7ാമത്തെ വർഷം എന്ത് ചെയ്യണം? നിങ്ങൾ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിങ്ങൾ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. കൃഷിയിടങ്ങൾ മുഴുവൻ സ്വസ്ഥമായിട്ടിട്ടേക്കണം. പക്ഷേ യഹൂദന്മാരത് ചെയ്തില്ല. ഇവർ ചെയ്യാൻ മറന്നുപോയി. നമുക്കറിയാമല്ലോ, ഈ കുറേ നാളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നീട് അതങ്ങോട്ട് ബോറാവും. ദൈവം പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങൾ 6 വർഷം ജോലി ചെയ്ത് 6ാമത്തെ വർഷം ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് 7ാമത്തെ വർഷവും 8ാമത്തെ വർഷവും കഴിക്കാനുള്ള നന്മ, വിളവ് നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ 6ാമത്തെ വർഷം ഞാൻ തരും. അപ്പോൾ നിങ്ങൾ 7ാമത്തെ വർഷം എന്ത് ചെയ്യണ്ട? കൃഷി ചെയ്യണ്ട, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളതുകൊണ്ട്. 6ാമത്തെ വർഷം ജോലി ചെയ്തു, 7ാമത്തെ വർഷം ജോലി ചെയ്തില്ല, പിന്നെ 8ാമത്തെ വർഷം ഉണ്ടാകണമെങ്കിൽ 8ാമത്തെ വർഷം ജോലി ചെയ്തിട്ട് പിന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാലം കഴിക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിളവും 6ാമത്തെ വർഷം ദൈവം തരും. ദൈവം ഒരു കാര്യം പഠിപ്പിക്കുമായിരുന്നു. നിങ്ങളുടെ അധ്വാനം കൊണ്ട് മാത്രമല്ല എനിക്ക് നിങ്ങളെ പോറ്റാൻ പറ്റുമെന്ന് ദൈവം പഠിപ്പിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ വഴി അതാ, ദൈവം അത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കും. പക്ഷേ ഇസ്രായേൽ ജനം ചെയ്തില്ല. നിങ്ങൾക്കറിയാമോ, 70 വർഷം ഇസ്രായേൽ ജനം ഇരമ്യാവിൻ്റെ കാലമൊക്കെ ആയപ്പോഴത്തേക്ക് ബാബിലോണിൽ പ്രവാസത്തിന് പോയി. 70 വർഷം. എന്തുകൊണ്ടാണ് അങ്ങനെ പോയതെന്നറിയാമോ? 70 വർഷം ഇവർ പ്രവാസത്തിൽ പോയി. എന്താ എൻ്റെ കാര്യം? ദൈവം കണക്ക് കൂട്ടി നോക്കി. ദൈവം ഈ പ്രമാണം ഇവരോട് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ ഇവർ ആചരിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് വന്ന കുറേ കാലം ഇവർ ആചരിച്ചില്ല. ഏകദേശം 490 വർഷം. എത്ര വർഷം? 490 വർഷം ഇവർ യഹോവയുടെ ഈ സ്വസ്ഥമായിട്ടിരിക്കാൻ പറഞ്ഞ ഇവരുടെ ഈ ശബത്ത് ഇയർ അവർ ആചരിച്ചില്ല. അപ്പോൾ ദൈവം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. 490 ഡിവൈഡഡ് ബൈ 7. 7 ചെയ്യാൻ പറഞ്ഞേ. ഡിവൈഡ് ബൈ എത്ര കിട്ടും? 490 ഡിവൈഡ് ബൈ 7 എത്ര കിട്ടും? 70 കിട്ടും. അപ്പം ദൈവം പറഞ്ഞു 70 വർഷം പ്രവാസത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. 2 ദിനവൃത്താന്തം 36-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമെങ്കിൽ അവിടെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 70 വർഷം അവർ എന്തിനാണ് സംവത്സരം, 70 വർഷം എന്തിനാണ് അവർ ബാബിലോണിൽ പ്രവാസത്തിൽ പോയത് എന്നുള്ളതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് വായിക്കാമോ? ദേശം അതിൻ്റെ ശബത്തുകളെ അനുഭവിച്ചു തീരുവോളം 70 സംവത്സരം തികയുവോളം അത് ശൂന്യമായിട്ട് കിടക്കണം. 2 ദിനവൃത്താന്തം 36-21 ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടെ ഇരമ്യാവിനോട് ദൈവം പറയുക, ഇരമ്യാ പ്രവാചകൻ മുഖാന്തരം ജനത്തോട് എന്താ പറഞ്ഞേ? ദേശം അതിൻ്റെ ശബത്ത് അനുഭവിച്ച് തീരുവോളം നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. ദൈവം ഇസ്രായേൽ ജനത്തെ മുഴുവൻ ആ ലാൻഡിൽ നിന്ന് മാറ്റി ആ ദേശത്തെ ദൈവം സ്വസ്ഥമാക്കിയിട്ടു. ഓക്കെ, അതാണ് ശബത്ത് ഇയർ. ഓക്കെ, അപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും അതിന് മാറ്റം വരുത്തരുത്. ദൈവം അതിനെ മറന്നു കളയത്തില്ല. നമ്മൾ മറന്നാലും ദൈവം അതിനെ മറക്കത്തില്ല. ദൈവം കറക്റ്റ് കണക്ക് വെച്ച് കാര്യം ചോദിക്കുന്ന ആളാണ്. ഓക്കെ, സോ 70 സംവത്സരം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു യോബേൽ സംവത്സരത്തെക്കുറിച്ച്. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ ഇപ്പോൾ വായിക്കേണ്ട, വിശദമായിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ ശബത്ത് ഇയർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ശബത്ത് ഇവർക്ക് ആചരിക്കണം. ആ ശബത്ത് എപ്പോഴാണെന്നറിയാമോ? 50-ാമത്തെ വർഷം. 50-ാമത്തെ വർഷം. ഇങ്ങോട്ട് നോക്കി, എല്ലാവരും ഇങ്ങോട്ട് നോക്കി. 50-ാമത്തെ വർഷം ഇവർക്ക് എന്ത് ചെയ്യണം? ദേശത്തെ സ്വസ്ഥമായിട്ട് ഇടണം. അതിന് പറയുന്ന പേരാണ് ജൂബിലി ഇയർ. എന്തുവാ? ജൂബിലി ഇയർ. ഈ ജൂബിലി ഇയറിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ?
ഇതൊരു വലിയ സ്പിരിച്വൽ മർമ്മമാണ്, ഒരു ആത്മിക മർമ്മമാണ് കേട്ടോ. 50-ാമത്തെ വർഷമാകുമ്പം ഇസ്രായേൽ ജനത്തോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം എനിക്ക് സ്ഥലമുണ്ട്, ഞാനൊരു യഹൂദനാണ്, എൻ്റെ സ്ഥലമുണ്ട്. ഈ സ്ഥലം ഞാൻ വിറ്റെന്ന് വിചാരിച്ചു, പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ സ്ഥലം വിറ്റു. പക്ഷേ 49 വർഷം ഞാൻ ആർക്കാണോ വിറ്റത് അദ്ദേഹത്തിന് കൈവശം വയ്ക്കാം. പക്ഷേ 49-ാമത്തെ വർഷം കഴിഞ്ഞിട്ട് യോം കിപ്പൂർ എന്ന് പറയുന്ന അവരുടെ ഒരു മഹാപാപ പരിഹാര പെരുന്നാളുണ്ട്. ആ പെരുന്നാളിൻ്റെ അന്ന് കാഹളമൂതും. ആ പെരുന്നാളിൻ്റെ തുടക്ക ദിവസവും കാഹളമൂതും, അവസാന ദിവസവും കാഹളമൂതും. കാഹളമൂതുമ്പോൾ സംഭവിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഇവർ വിറ്റുപോയ സ്ഥലം മുഴുവൻ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം. 50-ാമത്തെ വർഷം ആരുടെയാണോ സ്ഥലം വിറ്റുപോയത്, കടം കയറിയിട്ടായിരിക്കും, ഗതികേടുകൊണ്ടായിരിക്കും, എന്താണെങ്കിലും ശരി, മറ്റൊരുവൻ്റെ മുമ്പിൽ ഒരാൾ വളർന്നു പോകുന്നു, കഴിവുള്ളവരും മിടുക്കന്മാർ വളർന്നു പോകുന്നു, സമ്പത്തുണ്ടാക്കുന്നു, അവർ സമ്പന്നരാകുന്നു. ബാക്കിയുള്ളവർ കഴിവില്ലാത്തവരെല്ലാം പാവപ്പെട്ടവരായി. ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ലത്. ദൈവത്തിന് എപ്പോഴും ഈക്വാലിറ്റി ഇഷ്ടം, എല്ലാവരും ഒരുപോലെ ആയിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇനി ഒരു അടിമ വീട്ടിലുണ്ടെന്ന് വിചാരിച്ചു. അടിമയും വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇവനെ എന്ത് ചെയ്യണം? ഈ വർഷം ആകുമ്പോഴത്തേക്ക് 50-ാമത്തെ വർഷം യോവേൽ സംവത്സരത്തിൻ്റെ അന്ന്, അഥവാ ജൂബിലി ഇയറിൻ്റെ അന്ന് കാഹളമൂതുമ്പോൾ ഇവനെ സ്വതന്ത്രനായിട്ട് വിട്ടേക്കണം. ദൈവത്തിൻ്റെ പ്രമാണം. പ്രൈസ് ദി ലോർഡ്. അപ്പം യേശുക്രിസ്തു വന്നത് എന്തിനാണെന്നറിയാം? യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ജൂബിലി വർഷം പ്രസംഗിക്കാനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എഴുതിയിരിക്കുന്നത്, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഭാഗം? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ. 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് വന്നത് എന്തിനാ? ജൂബിലി വർഷം പ്രസംഗിക്കാനാണ്. ജൂബിലി വർഷത്തിൽ എന്താ സംഭവിക്കുന്നത്? നഷ്ടപ്പെട്ടതൊക്കെ തിരികെ വരുന്ന വർഷമാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തു. എവിടെയെന്നറിയാം? മിസ്രൈം ദേശം മുതൽ ഫ്രാത്ത് നദി വരെ, മഹാനദി തൊട്ടിങ്ങോട്ട് ഒരു വലിയ പ്രദേശം, ഏകദേശം 3 ലക്ഷം സ്ക്വയർ മൈൽ. എത്രയുണ്ട്? 3 ലക്ഷം സ്ക്വയർ മൈൽ. സ്ക്വയർ കിലോമീറ്റർ അല്ല, സ്ക്വയർ മൈൽ. സ്ക്വയർ മൈലും കിലോമീറ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. മൈൽ ഇച്ചിലൂടെ കൂടുതലാണ്. 3 ലക്ഷം സ്ക്വയർ മൈൽ ദൈവം പ്രോമിസ് ചെയ്തു അബ്രഹാമിന്. പക്ഷേ ഇന്ന് ഇസ്രായേലിൻ്റെ കയ്യിൽ എത്ര സ്ഥലമുണ്ടെന്നറിയോ? ഇന്ന് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഇസ്രായേൽ. വളരെ കുറച്ച് സ്ഥലമുള്ളൂ. എത്ര ഉണ്ടെന്നറിയോ? 8500 സ്ക്വയർ മൈൽ. 8500 അവിടെ കിടക്കുന്നു. 3 ലക്ഷം അവിടെ കിടക്കുന്നു. ദൈവം വാഗ്ദത്തം ചെയ്തത് ഈ ജനം പ്രാപിക്കാൻ വിട്ടുപോയി. അബ്രഹാമിനോട് പറഞ്ഞു, നീ കാലി ചവിട്ടുന്ന ദേശമൊക്കെ ഞാൻ നിനക്ക് സ്വന്തമായിട്ട് തരാം. പക്ഷേ അബ്രഹാം മമ്രയുടെ തോപ്പിൽ കിടന്ന് ഉറങ്ങി. അബ്രഹാം നടക്കാൻ മറന്നുപോയി, കിട്ടിയില്ല. നമ്മളതിനെ പ്രാപിച്ചെടുക്കണം. ഓക്കെ, സോ എനിവേ, ഇത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ജനം ഈ AD 70 ആയപ്പോഴത്തേക്ക്, AD 70 ആയപ്പോൾ ഇസ്രായേൽ ജനം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചിതറിപ്പോയി. നിങ്ങൾക്കറിയാമോ? യഹൂദന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തും ചിതറിപ്പോയപ്പോൾ ഇന്ത്യയിലും വന്ന് താമസിച്ചെന്നറിയാമോ? അറിയത്തില്ല. കൊച്ചിയിലെ മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് യഹൂദന്മാരുടെ സിനഗോഗുണ്ട്. അവർ ഈ അടുത്ത കാലത്ത്, ഈ കൊറോണയുടെ ആ സമയത്ത് അവർ തിരികെ പോയത്. അതുവരെ അവരുണ്ടായിരുന്നു. ആസാമിലോ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലൊക്കെ കുറച്ച് പേരുണ്ടായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇവർ ചിതറിപ്പോയി. ഓക്കെ, AD 70 സീസറിൻ്റെ കാലത്ത്, റോമ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവർ ലോകം മുഴുവൻ ചിതറിപ്പോയി. ലോകത്ത് മുഴുവൻ ഇങ്ങനെ പാർക്കുകയായിരുന്നു. ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. ഇങ്ങനെ പാർത്തുകൊണ്ടിരുന്നപ്പോൾ യഹൂദന്മാർക്ക് തിരികെ വരണമെന്നും ദൈവം അവരെ തിരികെ കൊണ്ടുവരുമെന്നുള്ള യഹോവയുടെ പ്രവചനങ്ങൾ, ദൈവത്തിൻ്റെ പ്രവചനങ്ങളുണ്ടായിരുന്നു. ഇവരോടുള്ള പ്രവചനം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ ദേശത്ത് തിരിച്ചു കൊണ്ടുവരും, അന്നാളിൽ യഹോവയുടെ കാല് യെരൂശലേമിൽ വയ്ക്കും എന്നൊക്കെ പറഞ്ഞ വലിയ പ്രവചനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്, എന്നാണ് ഇത് സംഭവിക്കുന്നത്. ഇവരെല്ലാം ലോകത്ത് ചിതറിപ്പോയി, അടികൊണ്ട് ഓടി. പിന്നീട് ഹിറ്റ്ലറിൻ്റെ കാലത്തൊക്കെ ഒത്തിരി പേര് കൊല്ലപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഈ യഹൂദന്മാർക്ക് തിരികെ വരാനുള്ള ഒരു അവസരം നോക്കി ഇവർ കാത്തിരിക്കുക. 1897 ആയപ്പോൾ, ആ വർഷം ഒന്ന് നോട്ട് ചെയ്തോണേ, 1897 ആയപ്പോഴേക്ക് ഇവരുടെ സമൂഹത്തിൽ നിന്ന് ഇവരന്ന് കുറേ പേര് സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്ന കുറേ യഹൂദന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് അതിനകത്ത് തിയോഡർ ഹെർസൽ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. തിയോഡർ ഹെർസൽ. ആ മനുഷ്യൻ, പുള്ളിക്ക് ഒരു വെളിപ്പാട് കിട്ടിയതായിരിക്കും. പുള്ളി ഇങ്ങനെ എന്നുമ്പോൾ പറഞ്ഞു, ഇന്നേക്ക് 5 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 50 വർഷം കഴിയുമ്പോൾ, പുള്ളി ഇങ്ങനെ ഒരു ദർശനം പറഞ്ഞാൽ, ഒന്നുകിൽ 5 വർഷം അല്ലെ 50 വർഷം കഴിയുമ്പോൾ ഒരു വലിയ കാര്യം യഹൂദന്മാരുടെ ഇടയിൽ നടക്കും. അതെന്തുവാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ എന്നെ നോക്കി പൊട്ടിച്ചിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പുള്ളി ചെറിയൊരു സൂചന കൊടുത്തിട്ട് അങ്ങ് നിർത്തി. 1950-ാമത്തെ വർഷം എന്തോ സംഭവിക്കണം? 50-ാമത്തെ വർഷം ലാൻഡ് തിരിച്ചു കിട്ടണം. റിസ്റ്റോറേഷൻ്റെ സമയമാണ്.
കാൽക്കുലേറ്റർ ഉണ്ട്, കണക്ക് കൂട്ട് നോക്കി. 1897 അവരങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത്. സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ് സംഭവിക്കുന്നത്. 1897 + 50 കൂട്ടി നോക്കി. 1947. 1947 എന്താ സംഭവിച്ചത്? ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഇസ്രായേലിൽ ലാൻഡ് തിരികെ കിട്ടി. പ്രൈസ് ദി ലോർഡ്. 50-ാമത്തെ വർഷം, ജൂബിലി ഇയർ. ഓക്കെ, 1947-ഉം 70-ഉം കൂടെ ഒന്ന് കൂട്ടി നോക്കി. 70 വർഷം പ്രവാസത്തിൻ്റെ സമയമാണ് അല്ലേ? 70 എന്ന് പറയുന്ന സംഖ്യ യഹൂദന്മാർക്ക് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. 1947 + 70 കൂട്ടി നോക്കി. 2017. 1947 മെയ് 14 അവർക്ക് ദേശം സ്വതന്ത്രമായിട്ട് കിട്ടുന്നത്. 48 അവർ രാജ്യത്തെ ഒഫീഷ്യലായിട്ട് അവരുടെ രാജ്യമായത്. പക്ഷെ 47 അവർക്ക് സ്ഥലം കിട്ടിയതില്ല. 47 1947 മെയ് 14 അവർക്ക് ലാൻഡ് കിട്ടിയത്, അവർ ദേശം പിടിക്കുന്നത്. 70 വർഷം കൂടെ കൂട്ടുമ്പോൾ 2017 മെയ് 14 തീയതി എന്താ നടന്നെന്ന് നിങ്ങൾ ചരിത്രത്തിൽ വായിച്ചു, പത്രത്തിൽ വായിച്ചായിരുന്നു? നമ്മളൊക്കെ ജീവനോടുള്ള സമയമാണ് അല്ലേ? എന്താ നടന്നെന്ന് വായിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും. ട്രംപ് ഇസ്രായേലിൽ വന്നിട്ടൊരു ഡിക്ലറേഷൻ നടത്തിയത് ഓർമ്മയുണ്ടോ? ട്രംപ് വന്നിട്ട് ഡിക്ലെയർ ചെയ്തു, ഇന്ന് തൊട്ട്, നേരത്തെ അവരുടെ ടെൽ അവീവ് ആയിരുന്നു അവരുടെ ക്യാപിറ്റൽ, ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ ടെൽ അവീവ് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. അന്ന് ട്രംപ് വന്നിട്ട് ഡിക്ലറേഷൻ നടത്തി, ഇന്ന് തൊട്ട് ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ യെരുശലേം ആയിരിക്കുമെന്ന്. കർത്താവ് രണ്ടാമത്തെ വരവ് വരുമ്പോൾ കർത്താവ് ഏത് പട്ടണത്തിലാണ് പ്രവേശിക്കുന്നത് അറിയാം? യെരുശലേമിലാണ് പ്രവേശിക്കുന്നത്. അപ്പം യെരുശലേം ക്യാപിറ്റൽ ആയാലേ പറ്റുള്ളൂ. എൻ്റെയും നിങ്ങളുടെയും കാലത്ത് കർത്താവിൻ്റെ വചനം അക്ഷരം പ്രതി നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ പള്ളി വന്നിരുന്ന് ഉറങ്ങുമോ അല്ലേ? നമുക്കിതൊന്നും പിടികിട്ടുന്നില്ല. നമുക്കൊല്ല ശാപ്പാടൊക്കെ കിട്ടി വയറുമൊക്കെ നിറയ്ക്കുന്ന കാര്യമാണെങ്കിൽ സന്തോഷമാണ് അല്ലേ? പക്ഷെ കർത്താവിൻ്റെ വചനം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുക, ഇന്നും നിറവേറിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ കാണുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഓരോ ദിവസവും കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങേണ്ട സമയമാണ്. ഇത് അലക്ഷ്യമായിട്ടിരിക്കേണ്ട സമയമല്ല. ഇത് നമ്മളിരുന്ന് ഉറങ്ങിയിരിക്കേണ്ട സമയമല്ല. വചനത്തിലൊരു വാക്യമുണ്ട്, നിങ്ങൾ ബുദ്ധിമാന്യമുള്ളവരെ പോലല്ല, ബുദ്ധിമാന്മാരെ പോലെ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ. എഫീസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പിൻ. സമയം തക്കത്തിൽ ഉപയോഗിപ്പിൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഉള്ള സമയം കൊണ്ട് നമ്മൾ പ്രിപ്പയർ ആകുക, കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടി റെഡിയാകുക. ഓക്കെ, സോ ഈ 1897 ആയപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കി നമുക്ക് തിരികെ പോകാമെന്ന് പറഞ്ഞു. 47 ആയപ്പോൾ അവർ തിരികെ വന്നു. ഈ വരുന്നതിന് ഇടയിൽ ഒരു വലിയ സംഭവം സംഭവിച്ചു. എന്താണെന്നറിയാമോ? 1816 മുതൽ 1917 വരെ ഈ ഇസ്രായേൽ നാടെന്ന് പറയുന്നത് ഓട്ടോമൻ എംപയറിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു, അവരുടെ കസ്റ്റഡിയിലായിരുന്നു. അവരെന്നെ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സമയമായപ്പം ദൈവം ചെയ്ത പരിപാടി ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാൽക്കുലേഷൻ പ്രകാരം ലോകമഹായുദ്ധം നടന്നു. ലോകമഹായുദ്ധം നടന്നതിൻ്റെ റിസൾട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ഇസ്രായേലിന് അവരുടെ ലാൻഡ് തിരികെ കിട്ടി. എന്ന് പറഞ്ഞാൽ ലോകമഹായുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമൻ എംപയറിനെ ഈ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയിട്ട് ബ്രിട്ടീഷ് അല്ല ആ ദേശം മൊത്തം പിടിച്ചു. അപ്പം 1917 ആയപ്പോൾ ഇസ്രായേലിൻ്റെ കൈ വന്നു ഈ ലാൻഡ്. ഇസ്രായേലിന് ഈ ലാൻഡ് കൊടുക്കുന്നത് ഓട്ടോമൻ എംപയർ ആയിരുന്നെങ്കിൽ കൊടുക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഈ ബ്രിട്ടീഷുകാരുടെ കൈ കൊടുത്തിട്ട്, ബ്രിട്ടീഷുകാരുടെ കൂട്ടത്തിൽ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. ആ സെക്രട്ടറിയുടെ പേരാണ് ജെയിംസ് ആർത്തർ ബാൽഫർ. 1917 ഒരു ഡിക്ലറേഷൻ, ഈ ജെയിംസ് ആർത്തർ ബാൽഫർ എന്ന് പറയുന്ന ആൾ അവരുടെ ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഒരു കത്തെഴുതി. ആ കത്തിനകത്ത് പ്രകാരം പറഞ്ഞു, യഹൂദന്മാർ അവരുടെ ലാൻഡ് സ്വന്തമായിട്ട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവരുടെ അല്ല ലാൻഡ്, അവർ സ്വന്തമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ ലാൻഡ് അവർക്ക് തിരികെ കൊടുക്കണം എന്ന് പറഞ്ഞ് പുള്ളിക്കാരനൊരു കത്തെഴുതി. ആ കത്തൊക്കെ അങ്ങനെ വെച്ചിരുന്നു. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരുന്നു. 47 ആയപ്പോഴത്തേക്ക് ആ ഡിക്ലറേഷൻ പ്രകാരമാണ് ഇവർക്ക് ലാൻഡ് കൊടുത്തത്. അതിനാണ് ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അവർക്ക് ലാൻഡ് കിട്ടി. ലാൻഡ് കിട്ടിയതും യുദ്ധം തുടങ്ങി. ഇവർക്ക് ലാൻഡ് കിട്ടരുതെന്ന് അറബി രാജ്യങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട്. അവർക്ക് ഇഷ്ടമല്ല, യഹൂദന്മാരെ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇവർക്ക് ലാൻഡ് കിട്ടി. 48 അവസാനമൊക്കെ ആയപ്പോഴത്തേനും അങ്ങോട്ട് യുദ്ധം തുടങ്ങി. ഒരു വർഷം നീണ്ടു നിന്ന യുദ്ധം. 1949 വരെ യുദ്ധം അങ്ങോട്ട് തുടങ്ങി. ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? 1949 ആയപ്പോഴത്തേക്ക് ഇവർക്ക് ലാൻഡ് കിട്ടി. ലാൻഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് 55% അറബികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ആരാ കൊടുക്കുന്നത്?
ബ്രിട്ടീഷുകാരാണ് കൊടുക്കുന്നത്. ബ്രിട്ടീഷുകാർ കൊടുത്ത് 55% അറബികൾക്ക് കൊടുത്തു, 44% ഇസ്രായേലിന് കൊടുത്തു, ബാക്കി 1% ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ ബ്രിട്ടീഷുകാർ അവരുടെ കൈ വെച്ചു. അത് കഴിഞ്ഞിട്ട് 1967 ആയപ്പോൾ അടുത്ത യുദ്ധം. 6 ദിവസം നീണ്ടു നിന്ന 6 ഡേ വാർ എന്ന് കേട്ടിട്ടുണ്ടോ? 6 ഡേ വാർ. ഇന്നും ലോകരാജ്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധതന്ത്രമാണ് യഹൂദന്മാരുടെ 6 ദിവസത്തെ യുദ്ധം. 1967. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് യൂട്യൂബ് ഉണ്ടെങ്കിൽ എടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. 1967. 1967 6 ദിവസം നീണ്ടു നിന്ന യുദ്ധം നടന്നു. 6 ദിവസം യുദ്ധം നീണ്ടു നിന്നെങ്കിലും 3-ാമത്തെ ദിവസമായപ്പം ഇവർ ആ ദേശം മൊത്തം പിടിച്ചു. പിന്നെ അതിൻ്റെ കുറേ സ്ഥലങ്ങൾ മുഴുവൻ ഇവർ പിടിച്ചു. നേരത്തെ എത്ര ഉണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ? 44%. ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ 6 ദിവസം യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് 77% ലാൻഡ് കിട്ടി. അതിൻ്റെ അവസാനം ഇവർ യെരുശലേമിൽ പിടിച്ചു. യെരുശലേം ഇവരുടെ കയ്യിലില്ലായിരുന്നല്ലോ. യെരുശലേം 3-ാമത്തെ ദിവസം യെരുശലേമിൽ പിടിച്ചു. യെരുശലേമിൽ പിടിച്ച് യെരുശലേമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇത് തുറക്കാനായിട്ട് യെരുശലേമിൻ്റെ കവാടം തുറക്കാൻ താക്കോലില്ല. അവിടെ നിൽക്കുന്നത് വേണ്ട ഒരു മനുഷ്യൻ എന്നാൽ ആ സമയത്ത് ഒരു യഹൂദ റബി കയറി വരിക. ആ റബിയുടെ പേര് ഗോരൻ എന്ന് പറയുന്ന ഒരു റബി കയറി വരിക. ഈ പുള്ളി ജനിച്ചതെന്നാണെന്നറിയോ? 1917. ബ്രിട്ടീഷ് ഗവൺമെൻറ് ദേശം പിടിക്കുമ്പോൾ പുള്ളി ജനിച്ചു. ഇവർ പട്ടണത്തിൻ്റെ താക്കോല് തപ്പി നടക്കുമ്പോൾ ഈ മനുഷ്യൻ കയറി വന്നിട്ട് താക്കോൽ കൊടുക്കുക. ഈ പുള്ളിയുടെ പേരെന്താണെന്നറിയോ? ത്രഷിംഗ് ഫീൽഡ് എന്നാണ് ഈ പുള്ളിയുടെ പേരിൻ്റെ അർത്ഥം. ഗോരൻ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം. ഗോരൻ എന്ന പേരിൻ്റെ എബ്രായ പദമാണ്. ആ പേരിൻ്റെ അർത്ഥം ത്രഷിംഗ് ഫീൽഡ് എന്നാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദാവീദ് ഒരു പട്ടണം പൈസ കൊടുത്ത് വിലയ്ക്ക് മേടിച്ച് ഓർക്കുന്നുണ്ടോ? ത്രഷിംഗ് ഫീൽഡ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് ആലയം പണിയാൻ വേണ്ടിയുള്ള സ്ഥലം ദാവീദ് വിലയ്ക്ക് മേടിച്ച സ്ഥലമാണത്. അത് വല്ലവരുടെയും കയ്യിലായിപ്പോയി. ഇവർക്ക് എന്നാ തിരിച്ചു കിട്ടിയേ? 50 വർഷം പൂർത്തിയായപ്പോൾ ആ യുദ്ധത്തിലൂടെ അവർക്ക് തിരിച്ചു കിട്ടി. 1967 + 50 കൂട്ടി നോക്കി. 1967 + 50 കൂട്ടി നോക്കി. 2017. 50 വർഷമായപ്പോൾ എന്താ സംഭവിച്ചു? ഇസ്രായേലിന് ക്യാപിറ്റൽ അവർക്ക് അവരുടെ ടെൽ അവീവ് നേരത്തെ ലാൻഡ് കിട്ടി, പക്ഷെ അത് ക്യാപിറ്റൽ ആയില്ല. 1967 അവർക്ക് ലാൻഡ് കിട്ടി, ക്യാപിറ്റൽ ആയില്ലായിരുന്നു. ടെൽ അവീവ് ആയിരുന്നു അവരുടെ ക്യാപിറ്റൽ. ഇപ്പോൾ ട്രംപ് വന്ന് 2017 ആയപ്പോൾ എന്താ സംഭവിച്ചു? യെരുശലേം ക്യാപിറ്റലായി. യെരുശലേം ക്യാപിറ്റലായാൽ അന്ത്യകാലത്ത് കർത്താവ് ഇരുന്ന് വാഴുന്ന എവിടെ നിന്നായിരിക്കും? മഹാരാജാവായിട്ട്. മഹാരാജാവിൻ്റെ നഗരം എന്ന് അറിയപ്പെടുന്നത് യെരുശലേമാണ്. കർത്താവിൻ്റെ വരവ് അടുത്തോ? 1967 യുദ്ധം നടന്നു. 6 ദിവസം ലാൻഡ് പിടിച്ചു, സ്ഥലം പിടിച്ചു. 2017 ആയപ്പോൾ അവർക്കത് കിട്ടി. ഇത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേറൊരു യുദ്ധം, അടുത്തൊരു യുദ്ധം. 1973 ആയപ്പോൾ വേറൊരു യുദ്ധം. 1973 കൂട്ടി വെച്ചു. 1973 + 50 കൂട്ടി വെച്ചു. 1973 യോം കിപ്പൂർ എന്ന് പറയുന്നൊരു യുദ്ധം നടന്നു. യോം കിപ്പൂർ വാർ എന്ന് തന്നെ അറിയപ്പെടുന്നത്. യോം കിപ്പൂർ എന്ന് പറഞ്ഞാൽ മഹാപാപ പരിഹാര പെരുന്നാൾ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുവാ? മഹാപാപ പരിഹാര പെരുന്നാൾ. അതും ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണ്. ഒരു പെരുന്നാളാണ്. ആ പെരുന്നാളിൻ്റെ തുടക്കത്തിലും ഒരു കാഹളമൂതും അവസാനവും കാഹളമൂതും. കാഹളമൂതുമ്പോൾ എന്തോ സംഭവിക്കണം? യഹൂദൻ അവരുടെ നഷ്ടപ്പെട്ട ലാൻഡുകളൊക്കെ തിരികെ കിട്ടണം. ഓക്കെ. 1973 ഒരു യുദ്ധം നടന്നു. യുദ്ധം നടക്കുമ്പോൾ വേറൊരു കാര്യം ഉണ്ടായി. യഹൂദന്മാരെല്ലാം കൂടെ ഇവർ ഈ യോം കിപ്പൂറിൻ്റെ ദിവസം യുദ്ധം ചെയ്യാൻ തിരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയോ? ഇവർ യഹോവയുടെ ന്യായപ്രമാണം പഠിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. യഹൂദന്മാരെല്ലാം, പുരുഷന്മാരെല്ലാവരും യുദ്ധത്തിനും പോകത്തില്ല, ഒരു പരിപാടിക്കും പോകത്തില്ല. എല്ലാവരും ആലയത്തിൽ പോയി ആരാധനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കുന്ന സമയമാണ് യോം കിപ്പൂർ. അന്നേ ദിവസം യുദ്ധത്തിന് തിരഞ്ഞെടുക്കാമെങ്കിൽ എന്താ സംഭവിക്കും? യഹൂദനെ പെട്ടെന്ന് പരാജയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഇവർ പ്ലാൻ ചെയ്തു. പക്ഷേ യഹൂദനെ കൂട്ടിയത് ദൈവത്തിൻ്റെ പ്ലാനാണ്, യഹൂദന്മാരുടെ പ്ലാനല്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഇവർ ചെന്ന് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ആരോട് ദൈവാത്മാവ് പറഞ്ഞു കൊടുത്തു, ദൈവത്തിൻ്റെ ദൂതം ഒന്ന് പറഞ്ഞു കൊടുത്തു, ഇന്നയിടത്ത് ശത്രു നിങ്ങൾക്കെതിരായി പ്ലാൻ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് പോയി തകർത്തിച്ച് വരാൻ പറഞ്ഞു. ശത്രു അവിടെ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഇവർ പോയി ആ സ്ഥലത്തെല്ലാം ബോംബിട്ടേച്ച് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഇവരുറക്കമെല്ലാം തെളിഞ്ഞ് കണ്ണുകളൊക്കെ തെളിച്ച് വന്നപ്പോൾ ഒരു സാധനമില്ല. ദൈവത്തിൻ്റെ പദ്ധതി ഭയങ്കരമാണ്. അതുപോലെ ഈ ഇസ്രായേൽ ജനം 48 യുദ്ധം നടന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവർ 47 ഒരു രാജ്യം ആയതേ ഉള്ളൂ. രാജ്യം ആയ ഉടനെ യുദ്ധം. ഏതെങ്കിലും രാജ്യത്തിന് പിടിച്ചേക്കാൻ പറ്റും. പക്ഷേ ദൈവം ചെയ്ത പദ്ധതി ഓർക്കണം. 1947 ഇവർക്ക് രാജ്യം കിട്ടുന്നത്. 1920 ആയപ്പോൾ ഇവരുടെ മിലിറ്ററി ഓൾറെഡി ഇവർ ഫോം ചെയ്തു സ്വിറ്റ്സർലൻഡിൽ. ഇവർ ഓൾറെഡി പീരങ്കിയും യുദ്ധസാമഗ്രിയും എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു. അല്ലെങ്കിൽ എങ്ങനെ ജയിക്കാൻ പറ്റും ഇവർക്ക്? 5 രാജ്യങ്ങൾ ഇവർക്കെതിരായിട്ട് ഒന്നിച്ച് യുദ്ധം ചെയ്യാൻ വരിക. അവരുടെ ഓൾറെഡി എല്ലാ സംഭവങ്ങളും ഉണ്ട്. യുദ്ധം ചെയ്യാൻ വേണ്ടി എല്ലാ ആയുധങ്ങളും ഇവർക്കെതിരെ, ന്യൂക്ലിയർ ബോംബ് ഉൾപ്പെടെ ഡെവലപ്ഡ് ആണ് ആ സമയത്ത്. പക്ഷേ യഹൂദന് ഇതിനു മുമ്പേ ദൈവം അവർക്ക് കൊടുത്ത ബുദ്ധി, അതിനാണ് പറയുന്നത് വിവേകം, ജ്ഞാനം എന്നൊക്കെ പറയുന്നത്. അത് ദൈവം തന്നാലേ ഉള്ളൂ, ദൈവം തന്നാലേ പറ്റൂ. പ്രൈസ് ഗോഡ്.
ഒരു ദിവസം ഈ 48 യുദ്ധം നടക്കുമ്പോൾ, ഈ പറഞ്ഞ യുദ്ധം നടക്കുന്ന സമയത്ത് ഇവർ ഈ ഇസ്രായേൽ ജനത്തിന് വിരോധമായിട്ട് കെയ്റോ നഗരം, കെയ്റോ എന്ന് പറഞ്ഞാൽ അറിയാം, ഈജിപ്തിൻ്റെ ക്യാപിറ്റലാണ്. ഈജിപ്തിൻ്റെ ഞാനീ പറഞ്ഞ കാര്യം എല്ലാം ചരിത്രത്തിൽ കിടപ്പുണ്ട് കേട്ടോ, ഇത് ബൈബിളിൽ നിന്നുള്ള കാര്യമല്ല, ചരിത്രത്തിൽ നിന്നുള്ള കാര്യം പറയുന്നത്. ഈ കെയ്റോ നഗരത്തിൽ പീരങ്കികൾ നിരത്തി വെച്ചിട്ട് ഫ്ലൈറ്റും അല്ലെങ്കിൽ നിരന്ന് കിടക്കുക. 5 രാജ്യങ്ങൾ എതിരായിട്ട് ഇസ്രായേൽ ഒറ്റയ്ക്ക് നടുക്ക്, ഒരു സൈഡിൽ മുഴുവൻ സമുദ്രമാണ്. എങ്ങനെ ജയിക്കാൻ പറ്റും? ചിന്തിച്ചാൽ യുദ്ധം ജയിക്കാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ ദൈവം ചെയ്ത പദ്ധതി കേൾക്കണം, ദൈവം ചെയ്ത പദ്ധതി കേൾക്കണം. ഇവരുടെ ബുദ്ധിയെ ദൈവം അങ്ങോട്ട് തുറന്നു. 7 മണിക്ക് യുദ്ധം പ്രഖ്യാപിച്ചു. 7 മണിക്ക് യുദ്ധം പ്രഖ്യാപിച്ചു. പൈലറ്റുമാരെല്ലാം കുളിക്കാൻ ബാത്റൂമിൽ കയറി, കുറച്ച് പേര് ഭക്ഷണം കഴിക്കാൻ, കുറച്ച് പേര് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആരും ഫ്ലൈറ്റിലില്ല. 6:45 ആയപ്പോൾ 15 മിനിറ്റ് മുമ്പ് ഇസ്രായേൽ ജനം റെഡി ആയിട്ട് അവരുടെ ഫ്ലൈറ്റും എടുത്ത് കുറേ ബോംബും എടുത്തുകൊണ്ട് ഓടിച്ചെന്നേച്ച് ഇവരുടെ ഈ റഡാർ മേളിൽ നിൽക്കുന്നുണ്ട്. റഡാർ ഇവരെ പിടിക്കാൻ വേണ്ടി നിൽക്കുക. റഡാർ കാണാതെ, അതിനകത്ത് വരാതെ സമുദ്രത്തിൻ്റെ നിരപ്പിൽ വെള്ളത്തിനോട് ചേർന്ന് പറന്ന് ചെന്നേച്ച് കെയ്റോ നഗരത്തിലോട്ട് കയറിയിട്ട് എയർപോർട്ട് മുഴുവൻ ബോംബിട്ട്, കുഴി ബോംബിട്ട് നശിപ്പിച്ചേച്ച് പോകും. ഇവർ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം ഫ്ലൈറ്റ് പറക്കാൻ സ്ഥലമില്ല. അതാണ് ദൈവം ഒരു മനുഷ്യന് ജ്ഞാനം കൊടുത്ത. അതാണ് ഇവർ ഇന്നും അവർ പഠിച്ചുകൊണ്ടിരിക്കുക. ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രം ലോകരാജ്യങ്ങളുടെ പഠന വിഷയമാണ്. ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രം അവർക്കറിയത്തില്ല. ദാവീദ് പറഞ്ഞൊരു കാര്യം, അവൻ എൻ്റെ വിരലുകളെ പോരുകൾക്കായി അഭ്യസിപ്പിക്കുന്നു. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമാണ് ഇതിൻ്റെ പിന്നിൽ നിയന്ത്രിക്കുന്നത്. അവർക്കറിയത്തില്ല. ഓക്കെ, ഇനി 1973 + 50 കൂട്ടി നോക്കി എത്ര കിട്ടും? 2023. 2023 എന്താ സംഭവിച്ചേ? 6-ാം തീയതി ഇവർ ആഘോഷിക്കുന്ന ഒരു ആഘോഷമുണ്ട്. സിംചാത്ത് എന്ന് പറയുന്ന ഒരു ആഘോഷമുണ്ട് ഇവർക്ക്. സിംചാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാർക്ക് യഹോവയുടെ ന്യായപ്രമാണം കിട്ടിയതിനെ ആഘോഷിക്കുന്ന, അതിൻ്റെ ആഘോഷം നടത്തുന്ന ഒരു ആഘോഷമാണ് സിംചാത്ത്. ഈ സിംചാത്തിന് ഈ പ്രാവശ്യം 2023 ഇവർ യഹോവയുടെ ന്യായപ്രമാണം കൊടുത്തതാരാ? യഹോവയാണ് കൊടുത്ത്. ഇത് ആരുടെ കൂടെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ, യഹോവയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാതെ ഇവർ DJ പാർട്ടി വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു. അവർ പാരച്യൂട്ട് വഴി ഇറങ്ങി വന്നപ്പോൾ ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു? കൊച്ചു നിക്കറൊക്കെ ഇട്ടുകൊണ്ട് ക്യാമറ കളിക്കുമായിരുന്നു, ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യഹോവയെ ആരാധിക്കാൻ മറന്നുപോയി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്ന കാര്യം ഓർമ്മയുണ്ടോ? വേൾഡ് ട്രേഡ് സെൻറ്റർ പിള്ളേർക്ക് ഓർമ്മ കാണത്തില്ല. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഒരുത്തം വന്നേച്ച് ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി നശിപ്പിച്ചൊരു സംഭവം. അത് അമേരിക്കയിലാണ് സംഭവിക്കുന്നത്. പക്ഷേ യഹൂദൻ ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് മനസ്സിലായി ഇത് സംഭവിക്കാൻ പോകുന്ന അമേരിക്കയിൽ. ഇവിടെ തലേദിവസം, ഇത് സംഭവിക്കുന്നതിൻ്റെ തലേദിവസം അമേരിക്കയിലുള്ള സകല യഹൂദന്മാർക്ക് ഇവർ സീക്രട്ടിലി മെസ്സേജ് അയച്ചു, നാളെ ആരും ജോലിക്ക് പോകല്ലോ, നാളെ ആരും ജോലിക്ക് പോകരുത്, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അവരെന്താ സംഭവിക്കുന്നത് പറഞ്ഞില്ല. പിറ്റേ ദിവസം സംഭവിച്ചു, യഹൂദന്മാരും ചത്തില്ല. അമേരിക്ക നടക്കാൻ പോകുന്ന സംഭവം തിരിച്ചറിഞ്ഞ പുള്ളി തൊട്ട് വാതുക്കം നടന്ന സംഭവം തിരിച്ചറിഞ്ഞില്ലേ? അപ്പോൾ ദൈവം കണ്ണടച്ചു എന്നതിൻ്റെ അർത്ഥം. മര്യാദയ്ക്ക് നടന്നില്ല. ചില സമയത്തൊക്കെ ദൈവം കണ്ണടയ്ക്കും, കിട്ടേണ്ടത് കിട്ടിക്കഴിയുമ്പം കണ്ണ് തുറക്കും. ദൈവം കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കും. അപ്പം കിട്ടുന്നതിന് മുമ്പ് അങ്ങ് ചൊവ്വയാക്കെങ്കിൽ നല്ലതാണ്. ചില അടിയൊക്കെ കിട്ടുന്നത് ദൈവം, നമ്മൾ വിചാരിക്കും കർത്താവ് നീ അറിയുന്നില്ല, അറിഞ്ഞോണ്ടാ. എന്തിനാണെന്നറിയോ? ചൊവ്വാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ യഹൂദന്മാർ ഈ യുദ്ധം മുഴുവൻ ചെയ്യേണ്ടി വന്നതിൻ്റെ കാരണം എന്തോ? ഇവരുടെ അനുസരണക്കേടാ. മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഇവർക്ക് ഒരു യുദ്ധം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഒരു സകലതും അവരുടെ ഫേവർ നടക്കുമായിരുന്നു. പക്ഷേ എനിവേ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഹമാസ് ആൻഡ് ഹാമാൻ, നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, ഹമാസ് ആൻഡ് ഹാമാൻ. ഹമാസ് അല്ലേ ഇവർക്കെതിരായിട്ട് യുദ്ധം ചെയ്ത്? ഇസ്രായേലിനെതിരായിട്ട് ഇപ്പോൾ യുദ്ധം ചെയ്തത് ഹമാസാ. ഈ ഹമാസ് എങ്ങനെ അവിടെ വന്നതെന്നറിയാമോ? എവിടാ? പാലസ്തീനിൽ എങ്ങനെ പാലസ്തീനിൽ വന്നതെന്നറിയാമോ? ഇവർ 1967 യുദ്ധം ചെയ്ത് ദേശം മൊത്തം പിടിച്ചു കഴിഞ്ഞപ്പോൾ സീനായ് പെൻസിലും എല്ലാം പിടിച്ചു. സീനായ് പെൻസിൽ എന്ന് പറഞ്ഞാൽ ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലമെല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ യുദ്ധത്തിൽ മറ്റുള്ള അറബി രാജ്യങ്ങളെല്ലാം തോറ്റു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടെ ഒരു സന്ധി ഉണ്ടാക്കി. അപ്പോൾ ഇസ്രായേലിന് യുദ്ധം ചെയ്യണമെന്ന് താല്പര്യമൊന്നുമില്ല, കാരണം ഇവർക്ക് നഷ്ടമാണ്, പൈസ ചെലവാണ് യുദ്ധം ചെയ്യാൻ. അപ്പോൾ ഇവർ പറഞ്ഞു, നമ്മൾ യുദ്ധം ഒന്നും ചെയ്യേണ്ട, ഒരു കാര്യം, ഒരു സമാധാന സന്ധി ഉണ്ടാക്കാം. സമാധാന സന്ധി ഞങ്ങൾ ഇപ്പോൾ പിടിച്ച ഈ പെൻസിലെല്ലാം തന്നേക്കാം, ഈ സ്ഥലമെല്ലാം അവർക്ക് തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ പിടിച്ച ലാൻഡിനകത്ത് കുറേ പേര് താമസിക്കുന്നുണ്ട്, കുറേ അറബികൾ താമസിക്കുന്നുണ്ട്, ഇവരെല്ലാം കൂടെ അങ്ങ് മാറ്റി പാർപ്പിച്ചേക്കാമെങ്കിൽ സമാധാന സന്ധി നമുക്ക് വെക്കാൻ തുടങ്ങി. അവർ എഗ്രി ചെയ്തു. ഈ നാട് പിടിച്ച സമയത്ത് ഇതിനകത്തുണ്ടായിരുന്ന അറബികളെല്ലാം കൂടെ കൊണ്ട് പാർപ്പിച്ച സ്ഥലത്തിൻ്റെ പേരാണ് പാലസ്തീൻ. അങ്ങനെയാണ് ഗാസയിലെ ജനം എല്ലാം കൂടെ ഒന്നിച്ച് പാർക്കുന്നതിന് കാരണം. ഈ ഗാസയിൽ നിന്നാണ് ഹമാസ് വന്നത്. ഹമാസ് ആൻഡ് ഹാമാൻ രണ്ടും സിമിലിയർ അല്ലേ? ഒറ്റ സ്പെല്ലിങ്ങിൻ്റെ വ്യത്യാസമുള്ളൂ. ഹാമാനും പ്ലാൻ ചെയ്തത് ഇസ്രായേലിനെ തകർക്കാനാണ്.
ഈ ഹമാസും പ്ലാൻ ചെയ്യുന്നത് ഇസ്രായേലിനെ തകർക്കാനാ. പക്ഷേ യഹോവയായ ദൈവം, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ, ഉറങ്ങുകയില്ല മയങ്ങുകയുമില്ലാതെ ഇസ്രായേൽ ജനത്തെ പരിപാലിക്കാനുള്ളപ്പം ഏത് ഹമാസ് വിചാരിച്ചാലും ഇസ്രായേൽ ജനത്തെ തകർക്കാൻ കഴിയുകയില്ല. അവർ വിചാരിച്ചാൽ അവൻ്റെ ബുദ്ധിക്കപ്പുറത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ബുദ്ധിയുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിയാണ് തകർക്കാൻ പറ്റും, ദൈവത്തിൻ്റെ ബുദ്ധിയാണെങ്കിൽ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, 1973 + 50 എത്ര കിട്ടി? ഇന്നും യുദ്ധം തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം ഇസ്രായേൽ ഇപ്പം ഗാസ പിടിച്ചു. ഗാസ ആരുടെ കയ്യിലായിരുന്നു? ഗാസ പലസ്തീൻ്റെ കയ്യിലായിരുന്നു, അറബികളുടെ കയ്യിലായിരുന്നു. ഈ യുദ്ധത്തിൽ ഹമാസുമായിട്ട് നടന്ന യുദ്ധത്തിനകത്ത് ഇസ്രായേലിന് എന്തോ കിട്ടി? ഇവരുടെ കയ്യിലില്ലായിരുന്ന ഗാസ കിട്ടി. ഇനി ഗൗരവമായൊരു കാര്യം കേട്ടു. ഇന്ന് ഇസ്രായേൽ ജനം ആലയം പണിയാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? യെരുശലേമിൻ്റെ പകുതി ഭാഗമുള്ളവരുടെ കയ്യിൽ, ബാക്കി അറബികളുടെ കയ്യിലാണ്. ഇനി അടുത്ത യുദ്ധം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഈ യുദ്ധം തീരുന്നതിന് മുമ്പ് അടുത്ത യുദ്ധം, 3-ാം ലോകമായ യുദ്ധം അല്ലേ പറയുന്നത്, അടുത്തൊരു യുദ്ധം ഉണ്ടായാൽ ഇസ്രായേൽ അത് സ്ഥലം കൂടെ പിടിക്കും. ആ സ്ഥലം കൂടെ പിടിച്ചാൽ ഇവിടെ ആലയം പണിയും. ആലയം പണി തീരുന്നതിന് മുമ്പ് സഭ ഇവിടെ എടുക്കപ്പെട്ടിരിക്കും. കാലം അതിൻ്റെ അന്ത്യത്തെങ്കിൽ എത്തിയിരിക്കുക. കർത്താവിൻ്റെ വരവ് വാതിക്കൽ എത്തി നിൽക്കുക. ചോദ്യം, ആർ യു റെഡി? കർത്താവിൻ്റെ വരവിന് പോകാൻ റെഡിയാണോ? കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാന്തൻ വരാറാ നാമും പോകാറായി, കാന്തൻ വരാറാ നാമും പോകാറായി. ഇപ്പം അമേരിക്ക നടക്കുന്ന കാര്യം അറിയാമോ? മിക്കവാറും ട്രംപ് അധികാരത്തിൽ വരും. ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വന്നപ്പോൾ ഇസ്രായേലിന് എന്ത് കിട്ടി? അവരുടെ യെരുശലേം ക്യാപിറ്റലായി. ഈ പ്രാവശ്യം ട്രംപ് വന്ന് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഓ ഹല്ലേലൂയ. യഹൂദ റബിമാർ പറയുന്നൊരു കാര്യമുണ്ട്, 2023 ശേഷം എപ്പോൾ വേണേലും കർത്താവ് വരാം. യഹൂദ റബിമാർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്ന, ഞാൻ പറഞ്ഞ കാര്യമല്ല. നമ്മളെപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ് കർത്താവ് വരാറായി. പക്ഷേ യഹൂദ റബിമാർ ഇപ്പം ശക്തമായി, നിങ്ങൾക്കറിയാമോ, ഇന്ന് ലോക രാജ്യങ്ങളിലുള്ള സകല യഹൂദന്മാരും നാട്ടിൽ ചെന്നു, അവർ സ്വന്തം നാട്ടിൽ ചെന്നു. എന്തിനാണെന്നറിയോ? അവരുടെ മശിഹയെ എതിരേൽക്കാൻ. അവരവരുടെ മശിഹയെ കാത്തിരിക്കുക. മശിഹ വന്നു പോയി ഉള്ള കാര്യമൊന്നും അവർക്കറിയത്തില്ല. അവരിപ്പോഴും മശിഹയെ കാത്തിരിക്കുക. അപ്പം അവരൊരു മശിഹയെ, നിങ്ങൾക്കറിയാമോ, ഇന്ന് യഹൂദന്മാരുടെ നടുവിൽ ഒരു മശിഹയെ പോലെ ഒരാളെ അവരിപ്പോഴും കരുതി വെച്ചിട്ടുണ്ട്. ഒരാളുണ്ട്, ഭയങ്കര ബുദ്ധിമാൻ. അദ്ദേഹത്തിൻ്റെ ചെറിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അദ്ദേഹം ഹൈഡ് ചെയ്ത് താമസിക്കുക, ഒളിച്ച് താമസിക്കുക. പരോക്ഷമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഉണ്ട്, പ്രത്യക്ഷമായിട്ട് അദ്ദേഹം വന്നിട്ടില്ല. ഈ ഒരു റബി, അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്, 30-35 വയസ്സ് മാക്സിമം ഉള്ളൂ. പുള്ളിക്കാരൻ ഒരു ഇസ്രായേൽ നാട്ടിൽ ഇന്ന് വന്നാൽ അവരുടെ റബി ഉൾപ്പെടെ, പ്രസിഡന്റ് ഉൾപ്പെടെ ചെന്ന് കൈമുത്താൻ വേണ്ടി പോയി നിൽക്കും. അതുപോലെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ ഇന്ന് അവരുടെ സമൂഹത്തിലുണ്ട്. അവർ പറയുന്നത് മിക്കവാറും മശിഹ അതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആൻറ്റി ക്രൈസ്റ്റ് ആവാനാണ് സാധ്യതയാട്ടോ. ഇതൊന്നെല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഇതൊന്നും അറിയത്തില്ല. എന്താ ലോകത്തിൽ കറക്റ്റ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒക്കെ നമ്മുടെ കാൽക്കുലേഷനാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആൾക്കാർ ജീവനോടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് ഉറപ്പാണ്. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ, പ്രിയ നിൻ വരവേറ്റം ആസന്നമേ, പ്രതിഫലം ലഭിക്കും നാൾ നിശ്ചയമേ, പ്രിയ നിൻ വരവേറ്റം ആസന്നമേ, പ്രതിഫലം ലഭിക്കും നാൾ നിശ്ചയമേ. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. തന്നോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേ, കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ, പ്രിയ നിൻ വരവേറ്റം ആസന്നമേ. പാട്ടൊന്ന് പാടി നമുക്കൊന്ന് ആരാധിച്ചാലോ? പ്രതിഫലം ലഭിക്കും നാൾ നിശ്ചയമേ. ആ പാട്ട് പാടി നമുക്കൊന്ന് ആരാധിക്കാം. ഒന്ന് എഴുതിട്ട് തന്നെ. ഒരു കാര്യം ഉറപ്പാ, മനസ്സിലായോ? കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. നമ്മൾ പണ്ട് കാലമൊക്കെ പറഞ്ഞതുപോലല്ല, ഇന്ന് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒളിമ്പിക് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് നടന്ന ഒരു സംഭവങ്ങൾ നിങ്ങൾ കണ്ടായിരുന്നോ?
കർത്താവിൻ്റെ തിരുമേശയെ അവർ ആക്ഷേപിച്ചു. പല കാര്യങ്ങളും നടന്നു. അതിനകത്ത് ദീപശിഖ കൈമാറുന്നത് നിങ്ങൾ കണ്ടായിരുന്നു? കണ്ടില്ല. അതിനകത്ത് കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട്, മുഖം മൂടി, തലകൂടെ ഒരു തുണി ഇട്ടുകൊണ്ട്, ഒരു കറുത്ത ഒരു രൂപം, ഒരു മനുഷ്യനാണ്. അങ്ങനെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പുള്ളി വന്നിട്ടാണ് ഈ ഒളിമ്പിക്സിൻ്റെ ദീപശിഖ അതിൻ്റെ ലീഡറിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ വെള്ള കുതിരയുടെ പുറത്ത് വരിക. ആ കുതിരയുടെ പുറത്ത് ഇരിക്കുന്ന പുള്ളിയും മുഖം മൂടിയൊക്കെ, മുഖം ആരാന്നറിയത്തില്ല, ഒരു പിശാചിൻ്റെ പ്രതീകം. ആ പുള്ളിയാണ് മുമ്പിൽ നടന്നു പോകുന്നത്. പുള്ളി കുതിര പുറത്തിരിക്കുക, മുമ്പ് പോവുക. 2 കുതിരകൾ, ചുമന്ന 2 കുതിരകൾ വേറെ ഉണ്ട്, അതിന് പുറത്തും ആളുണ്ട്. അവരിങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇതിൻ്റെ പുറകെയാണ് മൊത്തം രാജ്യങ്ങളും വരുന്നത്. അവരിങ്ങനെ ഒരു ഇനോഗ്രേഷനകത്ത് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചതാണ്. സിംബോളിക്കായിട്ട് അവരെന്തോ കാണിക്കുക. എന്താ അർത്ഥം? ഒരു അജ്ഞാതനായ വ്യക്തിത്വം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പിശാച് സകല രാജ്യങ്ങളിൽ ലീഡ് ചെയ്യുന്നൊരു സിസ്റ്റം ഇന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ നടക്കാൻ പോകുന്നത്? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരുത്തൻ മഞ്ഞ കുതിരയുടെ പുറത്ത് വരുന്നു, മരണത്തിൻ്റെ അധികാരിയാണ് അവൻ, സകലരെയും കൊല്ലാനുള്ള അധികാരം അവനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൂതനെ കുറിച്ച്, കുതിരപ്പുറത്ത് വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കിയാൽ ഒരു കാര്യം ഉറപ്പാണ്, വെളിപ്പാട് പുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങൾ നിവർത്തിയാകാൻ സമയമായി. ഹല്ലേലൂയ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യേണ്ടതെന്നറിയാം, നമ്മൾ ഇന്ന് ജീവിച്ചതുപോലല്ല, ഇതുവരെ ജീവിച്ചതുപോലല്ല ഇനി ജീവിക്കേണ്ടത്. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് അജ്ഞാനികളായിട്ടല്ല, ബുദ്ധിജ്ഞാനികളായിട്ട് തന്നെ നടപ്പാൻ നോക്കുകയും. ഹല്ലേലൂയ. ഇന്ന് തൊട്ട് നമ്മുടെ നാവ്, നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവർത്തികൾ എല്ലാം ക്രമീകരിക്കേണ്ട ദിവസമാണ്. കർത്താവ് എപ്പോഴും ഒന്നും അവസരം തരത്തില്ല. അവസരം തരുമ്പോൾ ചൊവ്വായ നന്നാ. കർത്താവിൻ്റെ വരവിൽ പോകാൻ താല്പര്യമുണ്ടോ? ഒരുമിച്ച് പാട്ടൊന്ന് പാടാം. ഓക്കെ, എല്ലാ കണ്ണുകളും ദിവസവും നടച്ചേ. ഒരു നിമിഷം കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവ് എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും പ്രാണനെയും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രതിഫലം ലഭിക്കൂ നിശ്ചയമേ. ഓ പ്രിയാമിൻ വരവേ ആസന്നമേ, പ്രതിഫലം ലഭിക്കൂ നിശ്ചയമേ. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. പ്രിയാമിൻ വരവേറ്റ ആസന്നമേ, പ്രതിഫലം ലഭിക്കും നിശ്ചയമേ. ഓ പ്രിയാമിൻ വരവേറ്റ ആസന്നമേ, പ്രതിഫലം ലഭിക്കും നിശ്ചയമേ. ഓ പ്രിയാമിൻ വരവേറ്റം, പ്രതിഫലം ലഭിക്കും നിശ്ചയമേ. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. പ്രിയാമിൻ വരവേറ്റം ആസന്നമേ, പ്രതിഫലം ലഭിക്കൂ നിശ്ചയമേ. ഓ പ്രിയാമിൻ രവശബ്ദനാരകസ്യാധനാദരാ. ഓ പ്രിയാമിൻ വരവേറ്റം, പ്രതിഫലം ലഭിക്കും നിശ്ചയമേ.